ഹായ്, ഇറ്റ്സ് വീൽ ഷേലിയാസ് ഫ്രം ഗുഡ് ഡിസൈൻ. പുതിയൊരു കളക്ഷൻ ആണ്. നല്ല അടിപൊളി ഒരു 2 പീസ് പ്യോർ മോഡലില് ഫുള്ളി അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു സെറ്റ് ഉണ്ട്. നല്ലൊരു സ്പെഷ്യൽ ഷെയ്ഡും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡിസൈനും കൂടെ നെക്ക് പാറ്റേണിൽ ഒരു ബക്കറ്റ് ഷേപ്പ് വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന നമ്മുടെ ഗ്രാം വെയിറ്റ് കൂടിയുള്ള മോഡൽ സിൽക്കാണ്. അടിപൊളി പ്രിന്റുമാണ് കേട്ടോ. അജ്രക്കിൽ തന്നെ നല്ല സ്പെഷ്യൽ പ്രിന്റുകൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പീസിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് വരുന്ന കൂടെ ഓൺലൈൻ.in ആണ്. നമുക്ക് റീപ്ലേസ്മെന്റ് റീഫണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഐറ്റം എടുത്ത് ഡിസ്പാച്ച് ചെയ്യുക 20 വർക്കിംഗ് ഡേയ്സിന് ശേഷം ആയിരിക്കും. കാരണം ഇതൊക്കെ പ്രിന്റ് ചെയ്ത് വരേണ്ട ഒരു ടൈം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡ് ആട്ടോ. ഇൻഡിഗോയിലേക്ക് കോമ്പിനേഷൻ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ടോൺ ആണ്. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ബട്ടറി ഫീൽ വരുന്ന മൊഡാൾ സിൽക്ക് തന്നെയാണ്. മൊഡാൾ സിൽക്ക് മെറ്റീരിയൽ നമുക്ക് നല്ലൊരു കൂൾ എഫക്റ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. ക്രേപ്പ് ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ടോപ്പ് ലെങ്ത് നമുക്കൊരു 49+ ഉണ്ടായിരിക്കും. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. നെക്കിലേക്കാണ് ഇതുപോലൊരു ഡിസൈൻ വരുന്നത്. നല്ല ഡീപ്പ് മെറൂൺ ഷെയ്ഡിലാണ് പ്രിന്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഫുള്ളി ഒരു ട്രയാങ്കിൾ ഡിസൈൻ വരുന്നത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അതൊരു ഓഫ് വൈറ്റ് ടോണിലാണ് വരുന്നത് കേട്ടോ. ടോപ്പിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. അതിലേക്ക് 2.5 മീറ്ററിൽ വരുന്ന ദുപ്പട്ട കേട്ടോ. ഞാൻ ദുപ്പട്ടയുടെ വൺ സൈഡിലുള്ള ഈ ഒരു ബ്ലാക്ക് ബോർഡർ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 സൈഡ് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ഇട്ടിട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. അപ്പോൾ അറിയാലോ, അജ്രക് പ്രിന്റ് വരുന്ന ഐറ്റംസ് ഒന്നും ആക്യുറേറ്റ് പ്രിന്റ് ആവില്ല, ഈവൻ പ്രിന്റിങ് ആവില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ പ്രിന്റിൽ ഒരു ഭാഗത്തുള്ള എക്സാക്ട് പ്രിന്റ് ആവില്ല, വേറൊരു സൈഡ്. കാരണം നമുക്ക് ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ്, ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ പർച്ചേസ് ചെയ്ത് പരിചയമുള്ള ആളുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. അല്ലാത്തവർക്ക് പർച്ചേസ് ചെയ്യാൻ ഇതിലെ ഇംപെർഫെക്ഷൻ തന്നെയാണ് അതിന്റെ എന്താ പറയാ ഒരു പെർഫെക്റ്റ് ഔട്ട്ഫിറ്റ് ആക്കി മാറ്റുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അടുത്തത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടൊരു മെറൂൺ ഷെയ്ഡ്. നമുക്ക് വീഡിയോ റെഡ് ആയിട്ട്, പക്ഷെ റെഡ് അല്ല, ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് കിട്ടുക. റെഡ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. അപ്പൊ ഇതാണ് ടോപ്പിന്റെ നെക്ക് പാർട്ട് വരുന്നത്. നെക്ക് കുറച്ച് ലോങ് ആണ്, പക്ഷെ ലോങ് അടിച്ച് ആളുകളുണ്ട്. ലോങ് ആയി കഴിഞ്ഞാൽ നെക്ക് എങ്ങനെയാ വൃത്തി ഉണ്ടാവും? നെക്ക് ഞാൻ പെട്ടിട്ട് വലിയ വൃത്തിയോടൊന്നും ഇല്ലല്ലോ നെക്ക് പാർട്ട് വരുന്നത്. അപ്പൊ ഇതാണ് നെക്ക് വരുന്നത്. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. 4XL ആയിരിക്കും നമുക്ക് സൈസ് കിട്ടുക കേട്ടോ. അതിലേക്ക് 2.5 മീറ്ററിൽ വരുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ സൈസ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ചില ആൾക്കെങ്കിലും ഇത്രയും വിടുത്ത് വേണ്ടാന്നുള്ളവരുണ്ടാവും, പക്ഷെ ചില ആൾക്ക് ഈ വിടുത്ത് വേണമെന്നുള്ളവരുണ്ട്. ഇനി വിടുത്ത് വേണ്ടാന്നുള്ളവർക്ക് ബോർഡർ കട്ട് ചെയ്തിട്ട് ഒരു എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക്, എനിക്കൊന്ന് നോർമൽ നമുക്ക് 38 ഒക്കെയാണ് നമ്മുടെ ടോപ്പിന്റെ എന്ത് വരിക, ദുപ്പട്ടയുടെ വിടുത്ത് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരു 10 ഇഞ്ചൊക്കെ കുറച്ചിട്ട് വീതി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. സെക്കൻഡ് ഷെയ്ഡാണ് ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ട് മെറൂൺ ടോൺ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക്. നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ്. അതിലേക്ക് മെറൂൺ കളറാണ് വരുന്നത്. നല്ല ഗ്രാം വെയിറ്റ് കൂടിയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ബട്ടറി ഫീൽഡ് വരുന്ന മൊഡാൾ സിൽക്കാണ്. കൂൾ എഫക്റ്റ് വരുന്നത് കേട്ടോ. 49 to 50 ആണ്. ഫുള്ളി ഹാൻഡ് ബ്ലോക്ക് ആണ്. നാച്ചുറൽ ഡൈയിൽ ഡൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നാച്ചുറൽ ഡൈ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡീപ്പ് ഡൈ ആവില്ല. അപ്പൊ അതൊന്ന് മൈൻഡ് വയ്ക്കാം. പക്ഷെ എന്നാലും എനിക്കൊന്നും നല്ല ഡീപ്പ് തന്നെയാണ് ഇത് ആയിട്ടുള്ളത്. 49 to 50 നോക്കിയൊക്കെ അത്യാവശ്യം നല്ല ലോങ് ആണ്. മെറ്റീരിയൽ ഒന്നും കൂടെ നല്ല ക്ലോത്താ വരുന്നത് കേട്ടോ. അതിലേക്ക് ദുപ്പട്ട വരുന്ന 2.5 മീറ്ററിൽ വരുന്ന ദുപ്പട്ട വിത്ത് 2 സൈഡ് ടെസൽഡ് ആണ് കേട്ടോ. ഈ ടെസൽ എന്നുള്ളത് ശരിക്കും കച്ചിന്റെ ആ ഒരു ട്രഡീഷണൽ ഫോമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നോർമൽ നമ്മൾ ടെസൽ വെച്ചിരിക്കുകയല്ല, അത് അത്രയും ഫിക്സ് ചെയ്തിട്ടുള്ള ടെസൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ആണ്. വിത്തൗട്ട് ടെസൽ ആണെങ്കിൽ നമുക്കൊരു 200 250 ഒക്കെ ലെസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. ഈ ഞാൻ ഒരിക്കലും തന്നെ മൊഡാൾ സിൽക്കിലായാലും അജ്രക് കോട്ടണിലായാലും ഈ ടെസൽസ് ഒഴിവാക്കാറില്ല കേട്ടോ. 250 ലെസ് ഉണ്ട് കരുതിയിട്ട് അതിൽ ടെസൽസ് ഒഴിവാക്കാറില്ല. കാരണം ഇതിന്റെ ഒരു സ്റ്റൈലിന് ഏറ്റവും ആക്ട് ആ ദുപ്പട്ടയിലുള്ള ആ ഒരു ടെസൽ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ചെയ്യാറില്ല. അടുത്ത ഷെയ്ഡ് എന്നുള്ളത് ഇൻഡിഗോ വിത്ത് ഒരു ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഇതുപോലെ വരും കേട്ടോ. ഇങ്ങനെ വരുന്നതാണ്. 49 ടോപ്പ് ലെങ്ത് വരും. അതുപോലെ തന്നെ നമുക്ക് 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ദുപ്പട്ട വരുന്നത് 2.5 മീറ്ററിൽ വരുന്ന ദുപ്പട്ടയാണ്. 2 സൈഡ് ടെസൽഡ് ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഞാൻ സെയിം ഷെയ്ഡാണ്, ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ്. അത് ആക്ച്വലി
ഒരു ടറാക്കോട്ട ഉണ്ട്. ടറാക്കോട്ടയുടെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യണത്. അതിലേക്ക് ബ്ലാക്ക് കളറിൽ വരുന്ന കോമ്പിനേഷനാണ് ആഡ് ചെയ്തിട്ട് സെയിം ഡിസൈൻ നെക്കിലേക്ക് ഒരു സ്ക്വയർ പാറ്റേൺ ആഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്പോട്ടുകളാണ് സൈഡിലേക്കും ബാക്ക് പോർഷനിലേക്കും ആഡ് ചെയ്തിട്ടുള്ളത്. 2.5 മീറ്ററിന്റെ ദുപ്പട്ടയാണ് അതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായതിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അത്രയുള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്ക് ബൈ.